Hello friends, welcome back to Jenna's Recipes. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലേക്കും ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഓരോ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ 4 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള 4 പീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ചീസ് ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ 3 പീസ് ബ്രെഡ് ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചീസ് ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കാം. അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നോക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു അര മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒരു 30 സെക്കൻഡൊക്കെ വെച്ചാൽ തന്നെ അത്രയും സമയം തന്നെ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് തന്നെ തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 ബ്രെഡും മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ പ്ലേറ്റിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.